ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ ഡിസ്കൗണ്ട്. ഇന്ന് ഞങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഒരു സി എഞ്ചിനാണ്. ഓൾഡ് മോഡൽ 93 വണ്ടിയാണ്. ഇത് ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കലുണ്ട് ക്രാങ്ക് വെയിറ്റ് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് മനസ്സിലാക്കുമ്പോൾ എഞ്ചിൻ അയച്ച് നോക്കലോ നടക്കില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് യാതൊരു സ്ട്രെയിനും ഇല്ലാതെ വണ്ടി സ്റ്റാർട്ടാവും എന്നുള്ളത് തന്നെയാണ്. അതായത് കാല് വെക്കുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടാവും ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി കേട്ടോ. അതായത് യാതൊരു പവറും വണ്ടിക്ക് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കാലിന് കൊടുക്കാത്ത രീതിയിൽ വണ്ടി സ്റ്റാർട്ടാവും. രണ്ടാമത് ബാസുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ് വരിക. മൂന്നാമത് ടോർക്ക്. ഫസ്റ്റ് ടോർക്ക് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി കേട്ടോ. ചില ആളുകൾ സംശയമുണ്ട് G2 വണ്ടി, അതായത് G2 B1, പിന്നെ അതുപോലെ 2005 2009 വരെയുള്ള വണ്ടികൾ, അത് മാത്രമാണ് ബുള്ളറ്റിൽ സുഖമുള്ള വണ്ടി എന്നുള്ളതാണ്. പക്ഷേ ഒരു പരിധിവരെ ശരിയാണെങ്കിലും കൂടി അതിനെ കിടപിടിക്കുന്ന രീതിയിൽ അതിൻ്റെ ഇടയിലുള്ള വണ്ടികൾ വർക്ക് എടുത്തിട്ട് ക്ലിയറാക്കി വണ്ടികളുണ്ടാവും കേട്ടോ. അതായത് ക്രാങ്ക് വെയിറ്റൊക്കെ കൂട്ടിയിട്ട് ടോപ്പ് സ്പീഡിൽ എത്രത്തോളം ലോ സ്പീഡിൽ പോകാൻ പറ്റത്തോളം ലോ സ്പീഡിൽ പോകാൻ പറ്റിയ വണ്ടികളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വണ്ടി നോക്കുക എത്രത്തോളം പോകുന്നുള്ളത് നോക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ട്യൂണിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. വർക്ക് എടുത്തേക്കുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. ആസാമിൽ നിന്നിട്ട് വർക്ക് എടുത്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. പക്ഷെ അതിൻ്റെ ഒരു പോരായ്മകൾ ഈ വണ്ടിക്ക് നല്ല ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വീൽ റിമിനൊക്കെ നല്ല ഔട്ടാണ്, വണ്ടി ചാടി കളിക്കുകയാണ്. വണ്ടി റണ്ണിങ്ങിൽ വണ്ടി ഇങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ ഒലച്ച് കളിക്കുകയാണ്. വീൽ റിം ഔട്ടായിരിക്കും കേട്ടോ. അത് നല്ല ശ്രദ്ധിക്കുക. റിമ്മൊക്കെ ട്യൂൺ ചെയ്ത് കറക്റ്റായിട്ട് വണ്ടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്യുന്ന ആളുകൾ കുറവാണ്. എന്നാലും മാക്സിമം നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെടുത്ത് കൊണ്ടുപോയി കറക്റ്റ് ഡ്രോയിങ് ചെയ്തെടുക്കുക. എന്നാൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ ആ ഒരു മോബ്ലിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടി സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ. പക്ഷേ അലോയ് വീലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആ ഒരു സംഗതി വണ്ടിക്ക് ഒരിക്കലും ഒരു ആ ഒരു ടയറിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവും വീലിൻ്റെ ഭാഗത്തു നിന്ന് നെഗറ്റീവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ അലോയ് വീലിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ അത് ടോർക്കിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ഓൾഡ് വണ്ടികൾക്ക്. ഇത് നോക്കുക കേട്ടോ. പൊട്ടി കയറുന്ന ഈ കയറ്റം കയറുന്നത് 30 സ്പീഡിലാണ് കയറ്റം കയറുന്നത്. ഇതാണ് ക്രാങ്ക് വെയിറ്റിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് മിക്കവാറും വണ്ടികൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഏതൊരാളും ബുള്ളറ്റ് എടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം ക്രാങ്ക് വെയിറ്റ് എത്ര, ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ കഴിയും, വർക്ക്ഷോപ്പ് വന്നുമ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടണം, ഉള്ള വണ്ടിക്ക് തന്നെ വന്നുമ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടണം എന്നൊക്കെ പറയും. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് എന്നത് CID വണ്ടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണ്. ആളുകൾ ആദ്യം എടുത്ത വർക്ക് എടുക്കുക, എഞ്ചിൻ വർക്ക് എടുക്കുമ്പോൾ എന്തായാലും ക്രാങ്ക് വെയിറ്റ് കൂട്ടാതെ നിൽക്കൽ വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ്സ് ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ ഓടുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് ക്രാങ്ക് വെയിറ്റിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുക. കാരണം കുന്നുകളും മലകളും കുറച്ച് വലിയ കുറയും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ക്രാങ്ക് വെയിറ്റിന് അങ്ങനത്തെ ആളുകൾ ഹൈ റേഞ്ച് മേഖലയിൽ ഓടുന്ന ആൾ ക്രാങ്ക് വെയിറ്റിനെ ആശ്രയിക്കാതിരിക്കുകയാണ് നന്നാവുക. അവിടെ കുറച്ച് പെർഫോമൻസ് വണ്ടികളാണ്, കൊണ്ടൊക്കെ ഏറ്റവും പെട്ടെന്ന് വലിക്കാൻ പറ്റിയ വണ്ടികളാണ്, ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. അതേമാതിരി വെച്ച് ഹൈ സ്പീഡിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും ആണെങ്കിൽ അത്യാവശ്യം ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി തന്നെയാണ് നല്ലത്. എലക്ട്ര എന്ന വണ്ടികളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്.
ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എലക്ട്ര, ഇപ്പോൾ അല്ലാതെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് എലക്ട്ര എന്ന്. 2005 വിടുന്ന എലക്ട്ര 5 സ്പീഡ് വണ്ടിയാണ് ഏറ്റവും നല്ല വണ്ടി എന്ന് ഞാൻ പറയും. കാരണം അതിന് ലെഫ്റ്റ് സൈഡ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏതൊരാൾക്കും ബൈക്ക് ഓടിക്കുന്ന ലാഘവത്തോടെ കൊണ്ടെടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. നമ്മൾ UC എഞ്ചിൻ ഓടിക്കുന്ന അതേ ലാഘവത്തോടെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് C എഞ്ചിൻ എലക്ട്ര 5 സ്പീഡ്. അതിൽ തന്നെ ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ താല്പര്യമുള്ള ക്രാങ്ക് വെയിറ്റോട് കൂട്ടിക്കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയാണ്, അടിപൊളി വണ്ടിയായി. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഴയ വണ്ടിയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു വണ്ടി സെലക്ട് ചെയ്യുക. നല്ലൊരു വണ്ടി സെലക്ട് ചെയ്ത് നല്ലൊരു വർക്ക് എടുക്കുന്ന സ്ഥലം ആദ്യം കണ്ടെത്തണം, എന്നിട്ട് വണ്ടി സെലക്ട് ചെയ്യാവൂ. അതല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വണ്ടി സെലക്ട് ചെയ്യുക. കാരണം പിന്നെ പഴയ വണ്ടികളിൽ എടുത്ത് എക്സ്പെർട്ടായ ആളുകളെ മാത്രം സമീപിക്കുക. അതിൻ്റെ നെഗറ്റീവ്സും അതായത് കുറേയൊക്കെ നമ്മൾ പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ആണ് മെയിൻ. ആ ഒരു എക്സ്പീരിയൻസിൽ ഓരോ വണ്ടികളെ കംപ്ലയിൻസും തീർത്തിട്ട് എന്ന് ചെയ്താൽ എന്ന പോലെ വരും എന്ന് അറിയാവുന്ന ആളുകളെടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടികൾ പണിയെടുപ്പിക്കുക. അതേമാതിരി ഇൻഡസ്ട്രിയൽ സെലക്ട് ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ വർക്കെടുത്ത് എക്സ്പീരിയൻസിൽ ഇൻഡസ്ട്രിയൽ മാത്രം സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾ C എഞ്ചിന് ശരിക്കുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ലോ സ്പീഡ് ഞാൻ കാണിച്ചത് ഇപ്പോൾ കുറച്ച് കുന്നും മലകളും കുന്നും ഇറക്കമുള്ള സ്ഥലത്തൂടെ വണ്ടി ഓട്ടിയത്, അതുകൊണ്ട് ഞാൻ ലോ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ 93 വണ്ടിയാണെങ്കിലും ഇത് 2003 വണ്ടി ക്രാങ്ക് വെയിറ്റ് ഇറങ്ങുന്ന വണ്ടിയല്ല, കമ്പനി ക്രാങ്ക് വെയിറ്റുള്ള വണ്ടിയല്ല. ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി ക്രാങ്ക് വെയിറ്റ് വരേണ്ടിയല്ല, ക്രാങ്ക് വെയിറ്റ് കൂട്ടിയൊരു വണ്ടിയാണിത്. പക്ഷേ ആ കൂട്ടിയ വണ്ടിയാണെങ്കിലും ഇവിടെ ഇത് ഓടിയാൻ നല്ല സെറ്റായിട്ട് നല്ല സുഖമുണ്ട് ഓടിക്കാൻ, നല്ല ഫീല്. ആ ഒരു എക്സോസിൻ്റെ നോട്ട് നല്ല ഫീല് കിട്ടുന്നുണ്ട്. അതുമാതിരി തന്നെ പിന്നെ ആ ലോയിൻ്റെ ടോർക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. 2005-2009 വണ്ടിയേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സോസ് നോട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലും കേൾക്കുന്നുണ്ടാവും. ഞാൻ മൈക്ക് ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചതുകൊണ്ട് വലിയ രീതിയിൽ എഫക്റ്റ് ആവില്ല. അപ്പോൾ ഇതാണ് C എഞ്ചിൻ്റെ വണ്ടിയുടെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ്. ഇതാണ് ഈ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് നമുക്കൊരു പ്രത്യേക വൈബാണത്, പ്രത്യേക ഒരു ഫീല് കിട്ടും എന്നുള്ളതാണ്. വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്കൊരു ബുള്ളറ്റ് ഓടിക്കുക എന്നുള്ള ഫീല് നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ പേഴ്സണലി വല്ലാതെ ഒന്നും C എഞ്ചിൻ ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ. നമ്മൾ സർവീസിന് വരുന്ന വണ്ടികൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, പേഴ്സണലായിട്ട് C എഞ്ചിൻ ഉപയോഗിക്കാറില്ല. ഒന്നാമത് പ്രാക്ടിക്കലി എനിക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്ക് സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കും പിന്നെ കുറച്ച് റിലാക്സ് റൈഡിങ്ങാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നത് 90 ഈ വണ്ടി മാത്രമല്ല, അതിന് ഇടയിലുള്ള വണ്ടികളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2005 മുന്നുള്ള വണ്ടികൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല വണ്ടികൾ അതിൻ്റെ മുന്നേ വർക്ക് എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് നല്ല ലേബിളായിട്ടുള്ള മെക്കാനിക്സൊക്കെ വർക്ക് എടുത്തുള്ള ഒരുപാട് നല്ല വണ്ടികൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ട വിഷയം ഇതാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ സ്ട്രെയിൻ കൊടുക്കാതെ ടച്ച് സ്റ്റാർട്ടാണോ നോക്കുക. അങ്ങനെയാണ് ക്രാങ്ക് വെയിറ്റിലെ വണ്ടി മാത്രമേ അങ്ങനെ ടച്ച് സ്റ്റാർട്ട് കിട്ടുള്ളൂ. പിന്നെ അതുമാതിരി സൈലൻസറിൻ്റെ നോയ്സ്, അതായത് എക്സോസ് നോട്ട് കുറച്ച് ബാസി നോയ്സ് ആയിരിക്കും, പക്ഷെ മുഴക്കം കൂടി ശബ്ദമായിരിക്കും ഉണ്ടാവുക. അതാണ്. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടാനുള്ളത് ഇതാണ്. ഓടിച്ച് നോക്കുമ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോർക്ക് നല്ല എഫക്റ്റ് ആവും. അത് 30ൻ്റെ മുകളിലേക്കായിരിക്കും. ഒരു 35 നിങ്ങൾക്ക് ആ ടോപ്പ് ഗിയറിൽ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കാനുള്ള ക്രാങ്ക് വെയിറ്റിലെ വണ്ടിയാണ്. ആഫ്റ്റർ എബോവ് 40-45 ഒക്കെ ആണ് ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ ചില വണ്ടികളുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ഓൺ ക്ലച്ച് പ്ലേറ്റിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും. അതായത് ചില ആളുകൾ 4 ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഇത് ചിലപ്പോൾ ടോർക്ക് കുറച്ച് കുറയും. അത് ഹൈവേ റൈഡിങ്ങിന് കുറച്ചുകൂടി ഒരു കംഫർട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. 4 ഡിസ്ക് ക്ലച്ച് ആണെങ്കിൽ. 3 ഡിസ്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ലോ എൻഡ് ടോർക്ക് കിട്ടുന്നതുകൊണ്ട് എക്സോസ് നോട്ടും കുറച്ചുകൂടി ഗാംഭീര്യം ഉണ്ടാവും. മാത്രമല്ല പിന്നെ സ്ലോ സ്പീഡിൽ പോകാനും സിറ്റി റൈഡിനും പിന്നെ ചെറിയ ഡ്രൈവിങ് ഏറ്റവും നല്ലത് 3 ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച വണ്ടി ഏതാണെന്നുള്ളത്
അത് ക്ലച്ച് ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഒരു വണ്ടി ക്രാങ്ക് വെയിറ്റിൻ്റെ ഉള്ള വണ്ടി ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഏത് ക്ലച്ച് വെയിറ്റാണ് യൂസ് ചെയ്തതെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ഞാൻ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ശരിക്കുള്ള ടോർക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. നോക്കുക, 25 സ്പീഡിലാണത് വണ്ടി പോണത്. 30 എത്തിയിട്ടില്ല. അത്രയ്ക്കും നല്ല പെർഫോമൻസായി വണ്ടി കാഴ്ചവെക്കണം. പറയുമ്പോൾ 93 വണ്ടി. 93 93 ആണെന്നാണ് എനിക്ക് പറഞ്ഞ ഒരു ഓർമ്മ കസ്റ്റമർ. നോക്കട്ടോ, ഞാൻ പറയുന്നതല്ല, അത് ടോപ്പ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. ഇതിന് ഗ്രാജുവലി സ്പീഡ് എടുത്ത് കാണിച്ചു തരാം. വണ്ടി യാതൊരു ലാഗും ഇല്ലാതെ, യാതൊരു ഇടിപ്പ്, എഞ്ചിൻ്റെ യാതൊരു ഇടിപ്പും ഇല്ലാതെ വണ്ടി സ്പീഡ് എടുക്കുന്നത്. കണ്ടു എന്ന് വിചാരിക്കണു. 40 ആയി. അപ്പോൾ സാധാരണ വണ്ടികൾ വർക്ക് എടുത്ത് തുടങ്ങിയ ഉടനെ തന്നെ 40 ഇതിലൊക്കെ ഓടുള്ളൂ. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണെങ്കിലും 40 ഓടുള്ളൂ. ഓവറായിട്ട് ക്രാങ്ക് വെയിറ്റ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ക്രാങ്ക് വെയിറ്റ്, നല്ല ക്രാങ്ക് വെയിറ്റ് കൂട്ടുക എന്നുള്ള വണ്ടി പിക്കപ്പ് ഉണ്ടാവില്ല. വണ്ടി നടക്കുക മാത്രമേ ഉള്ളൂ, നടന്നാൽ പോരല്ലോ, വണ്ടി ഓടുകയും വേണ്ടേ. ഓവർ ക്രാങ്ക് വെയിറ്റ് ഒന്നും ചെയ്യരുത് ഒരിക്കലും. ഒരു 10 kg, 10-200, 10-300 ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ പുതിയ UC വണ്ടികൾക്കൊക്കെ 10.5 10.5 ക്രാങ്ക് വെയിറ്റ് തന്നെ. 10-400, 10-500 നിയർ, അതാണ് അതിൻ്റെ കറക്റ്റ് ഇത്. 10-200 സാധാരണഗതിയിൽ ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്ന ആളുകൾ കൂടുതലും 10-200, 10-500 ചോടൊക്കെ ആയിട്ടേക്കും വരിക. ഏതായാലും ഈ 93 ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പം ഈ അടുത്ത കാലത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വണ്ടി എന്ന് പറയാം. കാരണം നല്ല രീതിയിൽ പിന്നെ വർക്കെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എൻജിൻ്റെ കാര്യത്തിൽ. ഞാനിപ്പോൾ ട്യൂൺ ചെയ്തു, കറക്റ്റാക്കി, പോയിൻ്റ് കറക്റ്റാക്കി, ടൈമിങ് കറക്റ്റാക്കി, വണ്ടി നല്ല ടോർക്കിൽ വണ്ടി ഓടുന്നുണ്ട്. അതിനായിരുന്നു നമ്മളെടുത്ത് കൊണ്ടുവന്നത്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ വണ്ടി. ശരിക്കും ആസ്വദിച്ച് ഓടിക്കാൻ പറ്റുന്നുള്ളതാണ്. 25-30 സ്പീഡിലൊക്കെ വണ്ടി പോകാമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും എത്രത്തോളം ലോവസ്റ്റ് സ്പീഡിലാണ് വണ്ടി ഓടുക എന്നുള്ളത്. അതായത് അടിക്കടി ഗിയർ ചേഞ്ചിങ് വണ്ടിക്ക് ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ടോപ്പ് ഗിയറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ലോയിലും പോവാം, അതിൽ തന്നെ ഗ്രാജുവലി സ്പീഡ് എടുക്കാനും പറ്റും. അപ്പോൾ അതാണ് ക്രാങ്ക് വെയിറ്റിൻ്റെ അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പിന്നെ ടോർക്ക് എന്താണെന്ന് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അടിക്കടി ഗിയർ മാറ്റേണ്ട ആവശ്യം വരെ ടോപ്പ് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം സ്പീഡിൽ വണ്ടി ഓടിക്കോളും. ഇതാണ് 93 വണ്ടികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇരുട്ടായി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.